बदलते भारत की बदलती तस्वीर एक सुरक्षित, विकसित और प्रगतिशील राष्ट्र को बयान करती है। CISF का, जो सदैव देश की सुरक्षा में एक फौलादी दीवार की तरह अडिग है। നമസ്കാരം. സുരക്ഷിത തീരങ്ങൾ സമൃദ്ധ ഇന്ത്യ എന്ന പ്രമേയത്തിൽ CSF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം കോസ്റ്റൽ സൈക്ലത്തോൺ 2026 രണ്ടാം പതിപ്പിന് ജനുവരി 28 തുടക്കമാകും. ഭാരതത്തിന്റെ വിശാലമായ തീരപ്രദേശങ്ങളിലൂടെയുള്ള ഈ സൈക്കിൾ പര്യടനം ഫെബ്രുവരി 22 കൊച്ചിയിലാണ് സമാപിക്കുന്നത്. वंदे मातरम अब तटों से गूंजेगा। 28 जनवरी से 25 दिनों का राष्ट्र सुरक्षा और जन सहयोग का ये महाअभियान CISF वंदे मातरम कोस्टल साइक्लोथॉन. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സാമൂഹ്യ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് CISF ഈ മെഗാ ഇവന്റ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 28 ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വെർച്വലായി സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ ഒരേ സമയമാണ് രണ്ട് ടീമുകൾ യാത്ര തിരിക്കുക. പടിഞ്ഞാറൻ തീരത്തിൽ ഗുജറാത്തിലെ ലഖ്പത്ത് കോട്ടയിൽ നിന്നും ആരംഭിച്ച് മുംബൈ, ഗോവ, മംഗലാപുരം വഴി കേരളത്തിലേക്കെത്തും. കിഴക്കൻ തീരം പശ്ചിമ ബംഗാളിലെ ബഖാലിയിൽ നിന്ന് ആരംഭിച്ച് വിശാഖപട്ടണം, ചെന്നൈ, കന്യാകുമാരി വഴി കൊച്ചിയിലെത്തും. ഏകദേശം 6553 കിലോമീറ്റർ നീളുന്ന ഈ യാത്ര രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ക്യാമ്പയിനുകളിലൊന്നാണ്. 65 വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 130 CISF അംഗങ്ങളാണ് ഇതിൽ അണിനിരക്കുന്നത്. ഈ വർഷത്തെ സൈക്ലോത്തോൺ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഈസ്റ്റേൺ സൈഡിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലുള്ള ഏറ്റവും ആദ്യത്തെ കടൽ തീരം എന്ന് പറയുന്നത് സുന്ദർബൻസിനോട് ചേർന്ന് കിടക്കുന്ന ബക്കാലിയാണ്. ബക്കാലി കടൽ തീരത്ത് നിന്ന് തുടങ്ങി ഹൽദിയ പോർട്ട്, പാരദീപ് പോർട്ട്, കൊണാർക്ക്, പിന്നെ വിശാഖപട്ടണം പോർട്ട്, അതിനുശേഷം ആന്ധ്രാപ്രദേശിലൂടെ കടന്നു വന്ന് ചെന്നൈയിലെത്തി. ചെന്നൈ പോർട്ടുണ്ട്, എന്നൂർ പോർട്ടുണ്ട്, മഹാബലിപുരം, പോണ്ടിച്ചേരി, തൂത്തുക്കുടി പോർട്ട്, കന്യാകുമാരി, വിഴിഞ്ഞം, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ വഴി കൊച്ചിയിലെത്തുന്നതും. അതേപോലെ തന്നെ പടിഞ്ഞാറൻ തീരത്തുള്ളത് നമ്മളുടെ പാകിസ്ഥാൻ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഗുജറാത്തിൻ്റെ കച്ച് ഏരിയയിൽ അവിടെ ഒരു ലഖ്പത് ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ കടൽ തീരത്തു നിന്ന് തുടങ്ങി അത് കാണ്ടില പോർട്ട്, പോർബന്ദർ, ഗാന്ധിജി ജനിച്ച സ്ഥലമായ പോർബന്ദർ, ഗുജറാത്ത് മൊത്തം കവർ ചെയ്തു വന്ന് സൂറത്ത്, ബോംബെ, ഗോവ, കാർവാർ, മംഗലാപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചിയിലെത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് കംപ്ലീറ്റ് കോസ്റ്റ് ലൈൻ കവർ ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ സമാപനം വെച്ചിരുന്നത് കന്യാകുമാരിയിലാണ്. ഇത്തവണ വീണ്ടും ചിന്തിച്ച് കഴിഞ്ഞപ്പം കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞപ്പം വെസ്റ്റേൺ കോസ്റ്റ് കുറച്ച് വലിയതും ഈസ്റ്റേൺ കോസ്റ്റ് കുറച്ച് ചെറുതുമായി വന്നു കഴിഞ്ഞപ്പം ഏകദേശം തുല്യം ആയി കൊണ്ടുവരുന്ന ഒരു സ്ഥലം കൊച്ചിയാണെന്ന് കാണുകയും അപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഇത്തവണ സമാപന ചടങ്ങ് മാത്രമല്ല, കൊച്ചിയിൽ പോർട്ടിൻ്റെ CISFൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം CISFനുള്ളത് തുറമുഖങ്ങളുടെ സുരക്ഷയാണ്. അപ്പോൾ തുറമുഖത്തിൻ്റെ രീതിയിൽ നോക്കിയാലും കൊച്ചി ഒരു പ്രധാന തുറമുഖമെന്നുള്ള രീതിയിൽ ഇവിടെ സമാപന ചടങ്ങ് വയ്ക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഫെബ്രുവരി 22 ആയിരിക്കും കൊച്ചിയിൽ ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ഫ്ലാഗ് ഓഫ് ഈ 28 ജനുവരി 28 ഡൽഹിയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും. DG CISFൻ്റെ സാന്നിധ്യത്തിൽ മിനിസ്റ്റർ അവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് വെർച്വലി. ആ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് കൂടെ തന്നെ ലഖ്പത് ഫോർട്ടിൽ നിന്നും ബഖാലിയിൽ നിന്നും 2 സൈക്ലിസ്റ്റ് ടീമുകൾ അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇത്തവണ നമ്മളുടെ സമാപനം കൊച്ചിയിലാണെന്നുള്ളതാണ്. 2 സൈഡിൽ നിന്നുള്ളവരും വന്ന് കൊച്ചിയിൽ സമാപന ചടങ്ങ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഈ
സൈക്ലോത്തോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞതുപോലെ 6553 കിലോമീറ്റർ അവർ പെഡൽ ചെയ്ത് ഏകദേശം ടോട്ടൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 130 സൈക്ലിസ്റ്റുകളുണ്ട്. 2 സൈഡിലും കിഴക്കൻ പടിഞ്ഞാറൻ 2 തീരത്തും 65 വീതം സൈക്ലിസ്റ്റുകളുണ്ട്. അവരുടെ കൂടെ പ്രോപ്പർ ആംബുലൻസ് തൊട്ട് എല്ലാ സെറ്റപ്പും ഉണ്ട്. അവരിപ്പോൾ കഴിഞ്ഞ ഏകദേശം 1 മാസമായിട്ട് അവരിതിനുള്ള പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കാരണം ഇവർക്ക് ഓരോ ദിവസവും രാത്രി സ്റ്റേ എന്ന് പറയുന്നത് പല പല ഗ്രാമങ്ങളിലാണ്, സെലക്ട് ചെയ്തിട്ടുള്ള ഗ്രാമങ്ങളിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റിയായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, അവർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരിൽ നിന്ന് എന്തെല്ലാം പഠിക്കണം. അല്ലെങ്കിൽ സൈക്ലിങ്ങിന് ഒത്തിരി നമുക്ക് കായികക്ഷമതയുടെ ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ പെഡലിംഗ് ടെക്നിക്സ് ഉണ്ട്, അതിൻ്റെ പോസ്ചർ ടെക്നിക്കുണ്ട്, സൈക്കിളിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ചെറിയ റിപ്പയറിംഗ് ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ മൊത്തം 14 വിമൻ സൈക്ലിസ്റ്റാണ് ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ തീരുമാനിച്ചു അത് 50% ആക്കണം. കാരണം നമ്മളിപ്പം ഏതൊരു പാരാമിലിറ്ററി ഫോഴ്സ് എടുത്തു നോക്കിയാലും CISFലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രസൻസ് ഉള്ളത്, ലേഡി ഓഫീസേഴ്സ് ഉള്ളത്. നമ്മളുടെ മുൻപിലൊരു DGയും ലേഡി ഓഫീസറായിട്ടിരുന്നിട്ടുണ്ട്. ഒത്തിരി ലേഡി ഓഫീസേഴ്സ് ഉള്ള ഒരു ഫോഴ്സാണ്. പല റാങ്ക്, ഏത് റാങ്ക് എടുത്ത് നോക്കിയാലും അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളൊരു 40% പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരെയും ഫ്രിസ്ക് ചെയ്യണമെങ്കിൽ സ്ത്രീകൾ തന്നെ വേണം. അതുകൊണ്ട് ഒത്തിരി സ്ത്രീകളുള്ള ഒരു ഫോഴ്സാണ്. ഇത്തവണ നമ്മളുടെ 50% സൈക്ലിസ്റ്റ്, 130-ൽ 65 സൈക്ലിസ്റ്റുകൾ സ്ത്രീകളാണ്. കഴിഞ്ഞ ഓണത്തതിൽ നോക്കുവാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള 2 പേരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഞാൻ ലിസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ 10 പേര്, ഒരു സബ് ഇൻസ്പെക്ടറുണ്ട്, മലയാളിയായിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട്. മൊത്തം കേരളത്തിൽ നിന്നുള്ള 10 പേര് ഇതിൽ ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കേവലം ഒരു സൈക്കിൾ യാത്ര എന്നതിലുപരി തീരദേശവാസികളുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു വേദിയായാണ് CISF ഇതിനെ കാണുന്നത്. മയക്കുമരുന്ന് കടത്ത്, സ്ഫോടക വസ്തുക്കളുടെ നുഴഞ്ഞുകയറ്റം തുടങ്ങിയ ഭീഷണികൾക്കെതിരെ ഗ്രാമങ്ങളിൽ ബോധവൽക്കരണം നടത്തും. ഇതിനായി 50 ഗ്രാമങ്ങളിൽ സൈക്ലിസ്റ്റ് ടീമുകൾ രാത്രി തങ്ങുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഫെബ്രുവരി 22 കൊച്ചിയിൽ നടക്കുന്ന വർണ്ണാഭമായ സമാപന ചടങ്ങോടെ ഈ ദൗത്യത്തിന് തിരശ്ശീല വീഴും. രാജ്യസുരക്ഷയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഈ നീക്കം വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.